ഹായ് കൂട്ടുകാരെ, ഞാൻ പാത്രം കഴിക്കൊണ്ടിരിക്കുമ്പോഴേ നിങ്ങളെപ്പറ്റി ഓർമ്മ വന്നത്. നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യം പറഞ്ഞു തരണമെന്ന് വിചാരിച്ചിട്ട് ഓടി വന്നതാണ്. അപ്പോൾ മഴക്കാലമൊക്കെ അല്ലയോ, നമ്മളെ സംബന്ധിച്ച് നമ്മൾ വീട്ടിൽ അടങ്ങിയിരിക്കുന്ന പ്രകൃതക്കാരല്ല. ഈ മഴയായതുകൊണ്ട് നമ്മൾ ഒന്നീ വയലിൽ ചാടും, അല്ലെങ്കിൽ ചെറു തോടുകളിൽ പോവും, അല്ലെങ്കിൽ വലിയ തോട്ടിൽ പോവും, അല്ലെങ്കിൽ പുഴകളിൽ പോവും, ചൂണ്ടയിടാൻ പോവും, പുല്ലരിയാൻ പോവും, എക്സെട്ര എക്സെട്ര. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്കായി നമ്മൾ പോവും. അപ്പോൾ ഈ ആരെങ്കിലും പാമ്പ് കടിക്കുകയാണെങ്കിലേ നിങ്ങളപ്പോൾ പേടിക്കൊന്നും വേണ്ട കേട്ടോ. പേടിക്കുകയും ചെയ്യരുത്, പാമ്പ് കടിച്ചവരെ പേടിപ്പെടുത്തുകയും ചെയ്യരുത്. അപ്പോൾ പാമ്പ് കടിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പാമ്പ് കടിച്ച ഏത് പാമ്പാന്ന് പറഞ്ഞ് അതിൻ്റെ പുറകെ അതിനെ ഓടിച്ചിട്ട് അതിനെ തല്ലിക്കൊന്നിട്ട് എടുത്തിട്ട് വരാൻ പോകരുത്. അതിനെ അങ്ങ് വിട്ടേക്കണം. പാമ്പ് ഏത് സൈസാന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഏത് സൈസാ പാമ്പ് നിങ്ങൾ നോക്കിയിട്ട് അത് മനസ്സിൽ വെച്ചിരിക്കുക. എന്നിട്ട് പാമ്പ് കടിച്ച ഭാഗത്ത് അത് കടിച്ച് അന്നേരം തന്നെ ഒന്നും വിഷം കയറി നമ്മുടെ ശരീരത്തെ മൊത്തം ഒന്നും വ്യാപിക്കത്തൊന്നുമില്ല. ചില സമയത്ത് അത് കുറച്ച് ഭാഗമേ അതിൻ്റെ വിഷം കയറത്തുള്ളൂ. അപ്പോൾ ഈ കാണാൻ വരുന്നവർ ശരി പാമ്പ് കടിച്ച് തല്ലിയെന്ന് പറഞ്ഞിട്ട് കുറച്ചും കൂടെ മുറിവുണ്ടാക്കിയിട്ട് കടിച്ചത് അങ്ങനെ വായി കൊണ്ട് എടുക്കാൻ നോക്കും. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്യരുത്. പാമ്പ് കടിച്ച ഭാഗത്ത് ഓർണമെൻറ്റ്സ് വല്ലതും കിടപ്പുണ്ടെങ്കിൽ അതാ ഊരണം, അല്ലെങ്കിൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാം. പിന്നെ ഈ കടിച്ച ഭാഗത്ത് എന്തോ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിരലിൻ്റെ അകലത്തിൽ നമ്മൾ എന്തെങ്കിലും വെച്ച് കെട്ടണം. ഒരു വിരലിൻ്റെ അകലം കാണണം, അല്ലാതെ ടൈറ്റായിട്ട് മുറുക്കി കെട്ടരുത്. എപ്പോഴും ഒരു വിരലിൻ്റെ ഇങ്ങനെ ഒരു വിരൽ ഇങ്ങനെ നമ്മൾ ഈ നമ്മുടെ കാലിനൊക്കെ മുറിവ് പറ്റുമ്പോഴൊക്കെ അമ്മ കെട്ടിത്തരുമല്ലേ, അതുപോലെ ഒരു തടി കഷ്ണം വെച്ചിട്ട്, ചെറിയൊരു തടി കഷ്ണം ഇങ്ങനെ ഒരു വിരലിൻ്റെ അത്രയുള്ള തടി കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ ചുറ്റുന്നോണായിരിക്കണം. അത് അത്രയും ഇടം വേണം, അല്ലാതെ ടൈറ്റായിട്ട് കെട്ടരുത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, അടുത്ത് ഈ ആൻറ്റി സ്നേക്ക് വനമുള്ള ഏത് ഹോസ്പിറ്റലുണ്ടോ അവിടെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ മനസ്സിൽ ആ പാമ്പിൻ്റെ പേരറിയാമല്ലേ. ഇപ്പോൾ പാമ്പിൻ്റെ പേര് നമുക്കറിയാതൊന്നും ഇല്ല. കാരണം എന്ന് പറയുന്നത് വാവാ സുരേഷ് കൗമുദി ചാനലിലൊക്കെ അടിക്കടി പാമ്പിനെ പിടിക്കുന്നത് ഏത് സൈസാണെന്നും എങ്ങനെയുള്ളതാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമുക്ക് കുറേയൊക്കെ പാമ്പിൻ്റെ പേരറിയാം. അതുകൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അത് ഏത് സൈസ് പാമ്പാന്ന് മാത്രം പറഞ്ഞാൽ മതി, പിന്നെ അവർ നോക്കിക്കോളും. അപ്പോൾ മഴക്കാലത്ത് ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്തേരെ, ലൈക്കും തന്നേരെ. പുതിയൊരു വീഡിയോ ആയിട്ട് ചേച്ചി വരാം. ബായ്. ചേട്ടൻ ഉച്ചയ്ക്ക് വന്നു കേട്ടോ, അതുകൊണ്ട് വൈൻഡപ്പ് ചെയ്ത് പോന്നേ. ബായ്.